അസ്സലാമലൈക്കും. ഇക്കാൻ്റെ മോൻ അബ്ദുട്ടന് കുറച്ച് ദിവസമായി പിറകെ നടക്കുന്നു, തോണി ഉണ്ടാക്കി തരുമോ? പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, ചറപറ കുറച്ച് കളർ പേപ്പർ എടുത്ത് തോണികളൊക്കെ ഉണ്ടാക്കി. പിന്നെ നമ്മൾ കടവ് തേടി നടക്കലായിരുന്നു. കടവെന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് തോണി ഇടാം. ഇതൊക്കെ കണ്ടിട്ടാണ് അവൻ തോണി ഉണ്ടാക്കാൻ പറഞ്ഞത്. പിന്നെ അവരുടെ കുറച്ച് ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തോണി ഇടൽ ആരംഭിച്ചു. തോണി ഇട്ട് തുടങ്ങിയപ്പോഴാണ് അമ്മൂസിനെയും കുക്കുവിനെയും കൂടെ കൊണ്ടുവരാമെന്ന് തോന്നിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, അവരെയും കൂടെ കൊണ്ടുവന്നു. വെള്ളം കണ്ടപ്പോഴേ രണ്ടെണ്ണം തുള്ളിച്ചാടിയിട്ടാണ് വന്നിരുന്നത് കേട്ടോ. കുക്കുവിനോട് തോണിയിടാൻ പറഞ്ഞപ്പോൾ മാങ്ങ എടുത്തെറിയുന്നതാണ് കയറിയും കാര്യമായിട്ടിരുന്ന് തുഴയും ചെയ്തു കേട്ടോ ആശാൻ. അടുത്ത അറ്റംപ്റ്റിലാണെങ്കിൽ വലവീശിയ മുക്കുവിനെ പോലെ എറിഞ്ഞിട്ട് എന്തോ വലിയ കാര്യം ചെയ്ത പട്ടിൽ ആള് നിപ്പുണ്ടായിരുന്നു. പെണ്ണാണെങ്കിലോ സ്വിറ്റ്സർലൻഡ് കണ്ട മദാമയെ പോലെ അവിടെ മൊത്തം തുള്ളിച്ചാടി നടക്കുമായിരുന്നു. ചെറുക്കന്മാരിട്ട തോണിയെല്ലാം എടുത്തുകൊണ്ട് പോയി മുക്കിക്കൊല്ലലും ഞെക്കിക്കൊല്ലലൊക്കെയാണ് പിന്നെ അവിടെ നടന്നത് കേട്ടോ. കുക്കുവിനെ തോണിയിടാൻ പഠിപ്പിക്കുമെന്ന് അബ്ദുട്ടനും പഠിപ്പിച്ചാലും ഞാൻ പഠിക്കില്ലെന്ന് അവനും പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ 2 വഴിക്ക് പോയ പെണ്ണിനെ ചെറുക്കനെ ഒരു വിധത്തിൽ ഞങ്ങൾ പിടിച്ചോണ്ട് വന്നു കേട്ടോ. ഇനി ഈ പരിപാടിക്ക് ഞങ്ങളില്ലേ.